നിയാസിന്റെ ടച്ചോടുകൂടി മത്സരം ആരംഭിക്കുന്നു. മധുരമനോഹരമായ മറ്റൊരു പോരാട്ടത്തിലേക്ക് ഏവരെയും വൺസ് അഗൈൻ സ്വാഗതം ചെയ്യുന്നു. കമന്ററി ബോക്സിൽ ഞാൻ ശ്രീനാഥ് മധുകുമാർ നിങ്ങൾക്കൊപ്പം മത്സരത്തിന്റെ തത്സമയ കളി വിവരണവുമായി. ഒരു ചെറിയ ടച്ച് വഴി, വളരെ ക്ലവറായ ഒരു ടച്ച് വഴി മുന്നിലേക്ക് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് തുറന്നെടുക്കാനായി ശ്രമിച്ചത്. പക്ഷെ എന്തായാലും അവിടെ വീണ്ടും ഒരു റഫറീസ് വിസിൽ വരുന്നു. ഹാൻഡ്ബോൾ ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരു ഫ്രീ കിക്ക് ഓപ്പർച്യൂണിറ്റി വീണ്ടും കിട്ടുന്നു. മത്സരത്തിന്റെ 2ാമത് മിനിറ്റിൽ മുത്തൂറ്റ് എഫ് അനുകൂലമായി ഒരു നല്ല ഫ്രീ കിക്ക് ഓപ്പർച്യൂണിറ്റിയാണ്. ആൻഡ് സന്ദീപാണ് ആ ഫ്രീ കിക്ക് എടുക്കാനായി തയ്യാറെടുക്കുന്നത്. ഫ്രീ കിക്ക് എടുക്കാനായി സന്ദീപ് വരുന്നു. സന്ദീപിന്റെ ഫ്രീ കിക്ക് ഇൻസൈഡിലേക്ക് നല്ലൊരു ഡെലിവറിയാണ്. പക്ഷെ ഫസ്റ്റ് ടൈം ഒരു ഹെഡർ ക്ലിയറൻസ് ആണ്. നല്ലൊരു ബോൾ ഫോർവേഡ് ലൈനിലേക്ക്. അംബീഷ്യസ് ആണ് സുഖിൽ. സ്ക്വയർ പാസ് ആക്കി മാറ്റുന്നു. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആൻഡ് ഗോൾ കീപ്പറുടെ കയ്യിലേക്ക് സേഫായി എത്തുന്നു. അനസ് ഈ മത്സരത്തിലെ ഒരു പ്രധാന അഡീഷൻ ആണ്. അനസ് എന്തായാലും വന്ന പന്ത് സുഖിലാണ് അകത്തേക്ക് ഇൻസൈഡിലേക്ക് കൊടുത്തത്. അതിനുശേഷം നല്ലൊരു ഷോട്ടും അവിടെ തഫ്സീർ വെക്കാനുള്ള ശ്രമം നടത്തി. സെൻട്രൽ റീജിയനിൽ നിന്ന് ഡയഗണൽ ബോൾ റൈറ്റ് ഫ്ലാങ്കിൽ വീണ്ടും അവിടെ സന്ദീപിനെ കണ്ടെത്തുന്നു. അസറിന്റെ ഇൻസൈഡിലേക്കുള്ള ഡെലിവറി ഒരു ഫ്ലിക്കിംഗ് ഹെഡർ ആണ്. പക്ഷെ നേരെ ഗോൾ കീപ്പറുടെ കയ്യിലേക്ക്. മികച്ച രീതിയിൽ തന്നെയാണ് ആ ഒരു പന്ത് റിക്കവർ ചെയ്യുന്നത് റൈറ്റ് ഫ്ലാങ്കിൽ നിന്ന് സന്ദീപ്. ആൻഡ് അസറിന്റെ ആ ഒരു ഫൈനൽ ഡെലിവറി ഇൻ ടു ദ പെനാൽറ്റി ഏരിയയും വെരി ഗുഡ് തിങ്കിങ് ആയിരുന്നു. നേരത്തെ ആ ഒരു പന്ത് അസർ ഇൻസൈഡിലേക്ക് കൊടുത്ത ഒരു പന്ത് കളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ കണക്ട് ചെയ്യാനോടെ മറ്റൊരു കോർണർ ഹെഡർ ക്ലിയറൻസ്. ഫസ്റ്റ് ടൈം ആ ക്ലിയറൻസ് പൂർത്തിയാക്കുന്നു. ആൻഡ് സെക്കൻഡ് ബോൾ വിൻ ചെയ്യാനുള്ള ശ്രമത്തിനിടയിൽ ആ പന്ത് കൃത്യമായി ഫിസ്റ്റ് ചെയ്ത് പുറത്തേക്ക് എത്തിക്കുകയാണ് അനസ്. തലകൊണ്ട് മറിച്ച് നൽകുന്നു. സ്ക്വയർ ചെയ്യുന്നു ആ പാസിനെ. ലോങ് റേഞ്ച് അറ്റംപ്റ്റ്. അവിടെ പെനാൽറ്റി ഏരിയയ്ക്ക് പുറത്തു നിന്നാണ് ആ ഒരു ഫൈനൽ ഷോട്ട് വരുന്നതെങ്കിലും എന്തായാലും അനസിനെ പരീക്ഷിക്കാൻ ആ ഒരു ഷോട്ട് മതിയായി വരുന്നില്ല. ഓഫ് ടാർഗറ്റ് ആണ്. തിങ്കിങ് കൃത്യമായി വർക്കാവുന്നു. അവിടെ ഫോർവേഡ് ലൈനിലേക്ക് നല്ലൊരു ബോൾ കൃത്യമായി ഗോൾ കീപ്പർ മുന്നിലേക്ക് ഇറങ്ങി വരുന്നു. സന്ദീപിന്റെ ഇൻസൈഡിലേക്കുള്ള ഡെലിവറി. അവിടെ ഗോൾ കീപ്പർ സ്ഥാനം തെറ്റി നിൽക്കുകയാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷമാണ് ആ ഒരു പോയിന്റുകളിലേക്ക് എത്താം. ആൻഡ് ഗോൾ ഡിഫറൻസിന്റെ കൂടി അടിസ്ഥാനത്തിൽ തീർച്ചയായും മുത്തൂറ്റ് എഫ് കേരള യുണൈറ്റഡ് FC കടന്ന് മുന്നിലേക്ക് കയറാം. ഇതായിരുന്നു നേരത്തെ കിട്ടിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. വാട്ട് എ മിസ് ദാറ്റ് വാസ്. അവിടെ അസറിന്റെ ഭാഗത്ത് നിന്ന് ഇൻഫാക്ട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതും ആ ഒരു ഫൈനൽ ഡെലിവറി ആയിരുന്നില്ല. പക്ഷെ എന്തായാലും അദ്ദേഹം തന്നെ തലയിൽ കൈ വലിയൊരു ചലഞ്ചാണ് റൈറ്റ് നോ അവിടെ കൊടുക്കുന്നത്. ആൻഡ് 70ാം മിനിറ്റിൽ മറ്റൊരു യെല്ലോ കാർഡ് പുറത്തെടുക്കപ്പെടുന്നു. ഒരു നിറച്ചിരിയോടെ ഇൻഫാക്ട് ആ ഒരു യെല്ലോ കാർഡ് കൊടുക്കുകയാണ് മുഖ്യ റഫറി. ആ കാർഡ് ഏറ്റുവാങ്ങുന്നത് അതേപോലെ തന്നെ സഫ്നാദും. 2ാം പകുതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന താരമാണ്. അമൽ ഷാനവാസിന്റെ ആ ഒരു ഡെലിവറി ഇൻസൈഡിലേക്ക് ആ പന്ത് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തത് അർജുനാണ്. അർജുന്റെ ആ ഒരു കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത പന്തിനെ ഷാമിൽ റൈറ്റ് ഫൂട്ടർ വഴി വലക്കകത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഡിഫ്ലക്ഷൻ എടുത്തു. അതിനുശേഷം ആ വീണ് കിട്ടിയ ഓപ്പർച്യൂണിറ്റി വലക്കകത്തേക്ക് എടുക്കാനുള്ളൊരു നല്ല അറ്റംപ്റ്റ് അവിടെ തൊടുത്തു വിടുന്നു എന്തായാലും സഫ്നാദ്. ബട്ട് അതും പുറത്ത സമയത്തിൽ റൈറ്റ് നോ വീണ്ടും മുത്തൂറ്റിന്റെ നല്ലൊരു റൺ ഇൻസൈഡ് ദി പെനാൽറ്റി ഏരിയ. അദ്ദേഹത്തെ ഫൗൾ ചെയ്ത് വീഴുന്നു. ആൻഡ് ഡെഫിനറ്റ്ലി അവിടെ ഒരു യെല്ലോ കാർഡ് ശിക്ഷ. കൃത്യമായി ഒരു ഡൈവിനാണ് കൊടുക്കുന്നത്. ആദ്യ മൊമെന്റിൽ അത് ഇൻഫാക്ട് ഒരു ഫൗൾ ആണ് എന്ന് തോന്നിച്ചെങ്കിലും റൈറ്റ് കോൾ ദിയർ ഫ്രം ദി റഫറി. എന്തായാലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വളരെ നീറ്റായി തന്നെ അദ്ദേഹം ആ ഒരു കോൾ പൂർത്തിയാക്കുന്നു. 2 ഡിഫൻഡേഴ്സിനെ ഒരേപോലെ തന്നെ കബളിപ്പിച്ച് അതിനുശേഷം ആ പന്തുമായി മുന്നിലേക്ക് പോകാനുള്ള ഒരു ശ്രമത്തിനിടയിൽ റഫറി ഒന്ന് പരീക്ഷിക്കുകയാണ്. ഷാമിൽ റൈറ്റ് സൈഡിൽ വീണ്ടും ആ ബോൾ. ആൻഡ് മുഖ്യ റഫറി സലാഹുദ്ദീന്റെ കാലുകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ വിസിൽ നിന്ന് ഈ മത്സരത്തിന്റെ അവസാന വിസിൽ മുഴങ്ങുമ്പോൾ കറന്റ്ലി 90 മിനിറ്റിന്റെ വീരോചിത കുതിപ്പിന് ഇവിടെ അവസാനമാവുകയാണ്. 2 ടീമുകളും അത്യാവശ്യം നന്നായി തന്നെ അറ്റാക്ക് ചെയ്ത് കളിച്ചു. പക്ഷേ ഗോളുകളിലേക്ക് എത്താൻ 2 പേർക്കും കഴിയാതെ പോകുന്നു.